എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള അഹം ബ്രഹ്മാസ്മി എന്ന പഠന പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. മൂന്നാമത്തെ സെഷനിൽ 7ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കുന്നത്. എല്ലാവർക്കും അറിയാം, സൗന്ദര്യ ലഹരിയും ഭജഗോവിന്ദവും കഴിഞ്ഞ് ഭഗവത്ഗീത ക്ലാസ്സുകളിലേക്കാണ് ഇപ്പം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ബഹുമാന്യനായ ഗുരു ശ്രീ ജയകൃഷ്ണൻജിയെ സാദരം ക്ഷണിക്കുകയാണ്. ഒപ്പം പ്രാർത്ഥനാ ഗീതത്തിനായി പതിവ് പോലെ സരോജോപ്പോളെയും ക്ഷണിക്കുന്നു. ജയശങ്കര. പേര് മാറ്റിയിട്ടെന്ന് തോന്നുന്നു. സരസ്വതിയോപ്പോളെ. ശരി, സാരമില്ല. സരോജത്തിൽ ഇരിക്കുന്നവളാണല്ലോ സരസ്വതി, അപ്പോ അത് കുഴപ്പമില്ല. അജ്ഞാനാന്തർ ഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവതവശികാ താപപാപാസ്യ മാനാൻ മുക്ത്വാ മൗനം വടവിടബിനോ മൂലദോ നിഷ്പദന്തി ശംഭോ മൂർത്തി ശരദി ഭുവനേ ശങ്കരാചാര്യ രൂപാ സദാശിവ സമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ ഹൃദൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സവിത്രീ ഭീർവാജാം ശശിമണി ശിലാഭംഗരുചിഭിർ വശിന്യാദ്യാഭിസ്ത്വാം സഹജനനീ സഞ്ജിന്ദയതീഹ സകർത്താ കാവ്യാനാം ഭവതി മഹദാം ഭംഗിരുചിഭിർ വാചോഭിർ വാഗ്ദേവീ വദന കമലാമോദ മധുരൈ. ജയശങ്കര. ജയശങ്കര. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. മാധവോ മാധവോ വാചി
മാധവോ മാധവോ ഹൃദി മാധവോ മാധവോ വാചി മാധവോ മാധവോ ഹൃദി സ്മരന്തി സാധവഃ സർവേ സർവകാര്യേഷു മാധവം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ജയശങ്കര. നമ്മൾ ഇതുവരെ പറഞ്ഞു വിഷയം, ഭഗവത്ഗീതയുടെ വിഷയം പരബ്രഹ്മമാണ്. എന്താണ് ഇതിൻ്റെ പ്രയോജനം? നമ്മളിതെല്ലാം പഠിച്ചാൽ മുക്തിയാണ് എന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് മുക്തി എന്നുള്ള കാര്യങ്ങൾ നാം പറയുകയുണ്ടായി ക്ലാസ്സുകളിലെല്ലാം. നമ്മൾ ഭഗവത്ഗീതയിലെ സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുന്ന യുദ്ധക്കളത്തിൻ്റെ ഒരു നിരീക്ഷണമാണ് ഉണ്ടായത്. ആരൊക്കെയാണ് യുദ്ധത്തിലുണ്ട് ആയത്, അതെല്ലാമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അപ്പോൾ നമ്മൾ പറയുകയുണ്ടായി 9ഓളം ശ്ലോകങ്ങൾ ദുര്യോധനന് ഉണ്ട്. അപ്പോൾ ദുര്യോധനൻ്റെ ശ്ലോകങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞു. അത് നമ്മൾ സഞ്ജയനിലൂടെ നമ്മൾ ശ്രവിച്ചു. ഇനിയാണ് ശരിക്കും അർജുനൻ്റെ ആ സൈന്യ നിരീക്ഷണവും വിഷാദയോഗം. സത്യത്തിലുണ്ടായിരിക്കുന്ന ഹെഡിങ് തന്നെ വിഷാദയോഗം, അർജുന വിഷാദയോഗം എന്നാണല്ലോ ഒന്നാമത്തെ ചാപ്റ്ററിന്. ആ വിഷാദയോഗവും നമ്മൾ അറിയാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ ആദ്യത്തെ 9 പ്രാർത്ഥനാ ശ്ലോകങ്ങളെ നമുക്ക് ജപിച്ചിട്ട് ക്ലാസ്സുകളിലേക്ക് കടക്കാം. അപ്പം ആ 9 ശ്ലോകങ്ങളാണുള്ളത്. ഒരു 3 ശ്ലോകം ശോഭ ചേച്ചി, 3 ശ്ലോകം ഉണ്ണികൃഷ്ണ സാറും, 3 ശ്ലോകം ലതിക ചേച്ചിയോ അല്ലെങ്കിൽ ആരാ ചന്ദ്രവതി ചേച്ചി ആരാണ് ചൊല്ലാൻ പറ്റുന്നത്, അങ്ങനെ 9 എണ്ണം ചൊല്ലിയാൽ നമുക്കത് കഴിഞ്ഞ് ഇന്നത്തെ ആ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ ഉണ്ണികൃഷ്ണ സാറിനെ ആദ്യമായിട്ട് തുടങ്ങാൻ ക്ഷണിക്കുന്നു. ജയശങ്കര. ജയശങ്കര. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന കൃതിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതി അഷ്ടാദശാധ്യായനീം അംബ ത്വാമനുസന്ധതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായ തപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോക്ത്വാ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. അടുത്തത് ആരാണ്? എവിടെ? ലതിക ചേച്ചി ചൊല്ലിക്കോളൂ. ശോഭ ചേച്ചിയെ കാണുന്നില്ലല്ലോ. ആരാ ചൊല്ലുന്ന? കേൾക്കുന്നില്ല. ഞാൻ ചൊല്ലിക്കോട്ടെ. ആയിക്കോട്ടെ. കവിത. ഭീഷ്മദ്രോണതടാ. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാര നീലോൽപലാ ശല്യഗ്രാഹവതി കൃപേണ വഹിനി
കർണേന വേലാകുല അശ്വത്ഥാമ വികർണഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ പാരാശര്യവജ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്നന്തി ദിവ്യസ്തവേർ വേദൈ സാംഗപദക്രമോപനിഷദേർ ഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ജയശങ്കര. ജയശങ്കര. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 20ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. അതൊന്ന് ചൊല്ലിക്കൊണ്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അത് ചൊല്ലുന്നത് ആ സന്ദർഭം ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. അധ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജ പ്രവൃത്തേ ശസ്ത്രസമ്പാദേ ധനുരുദ്ദമ്യ പണ്ഡവ ഹൃഷീകേശം തഥാ വാക്യം ഇദമാഹ മഹീപതേ എന്ന് പറഞ്ഞു. എന്താണ്? അലയോ മഹീപതേ, അലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ. അധ വ്യവസ്ഥിതാൻ, അതിനുശേഷം. കാരണം ഇതിനു മുമ്പ് എന്തായിരുന്നു സംഭവിച്ചത്? ഹൃദയാനി വ്യധാരയത് എന്ന് പറഞ്ഞു. എല്ലാവരും ശംഖ് വിളിച്ച് കാഹളമായി യുദ്ധഭൂമി, ഒരു വലിയൊരു കാഹളം ശബ്ദമെല്ലാം കേട്ടിട്ട് ആരുടെ? ധാർത്തരാഷ്ട്രാണം സഘോഷോ ധാർത്തരാഷ്ട്രാണം ഹൃദയാനി വ്യധാരയത് എന്ന് പറഞ്ഞു. അപ്പോ ധൃതരാഷ്ട്രയുടെ പുത്രന്മാർക്ക്, കൗരവർക്ക് ഈ ശബ്ദ കോലാഹലങ്ങളെല്ലാം കൂടെ കേട്ടിട്ട്, അവരുടെ ആ മാറ്റൊലി കേട്ടിട്ട് ഹൃദയം പിളർന്നു എന്ന് പറഞ്ഞു. തദ് അധവ്യവസ്ഥിതാൻ എന്നാണ്. അതിനുശേഷം അപ്പൊ അതിനുശേഷം അല്ലയോ മഹാരാജാവേ, ആരോട്? ധൃതരാഷ്ട്രോട് സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. ശസ്ത്രസമ്പാദേ പ്രവൃത്തേ, ആയുധകാലം, ആയുധം ഉപയോഗിക്കുവാനായിട്ട് തയ്യാറായ ആ സമയം വന്നപ്പോൾ എങ്ങനെയാണ്? കപിധ്വജ, ആരാണ്? ഹനുമൻ കൊടിയായിട്ടിരിക്കുന്ന ആ രഥത്തില് അധവ്യവസ്ഥിതാൻ എന്ന് പറഞ്ഞു. പാണ്ഡപുത്രൻ ആയിരിക്കുന്ന അർജുനന് യുദ്ധം ചെയ്യുവാനായിട്ട് തയ്യാറായിരിക്കുന്ന ആ ധൃതരാഷ്ട്ര കുമാരന്മാരെ, അതായത് കൗരവരെയെല്ലാം ഒന്ന് കണ്ടിട്ട് ധനുരുദ്ദമ്യ, തൻ്റെ ധനുസ് പ്രയോഗിക്കുന്നതിന് വേണ്ടി ഉയർത്തിപ്പിടിച്ച്, എന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാനോട് തഥാ വാക്യമിതമാഹ മഹീപതേ, ഇങ്ങനെ ഈ വാക്കിനോട് പറഞ്ഞു എന്നാണ്. അപ്പോൾ പാണ്ഡപുത്രനായിരിക്കുന്ന അർജുനൻ ഹനുമത് സ്വാമിയുടെ കൊടിയടയാളത്തോടു കൂടിയിരിക്കുന്ന തേരിലിരുന്നു കൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കുവാനായിട്ട് തനിക്ക് മറുവശത്ത് അണിനിരന്നു നിൽക്കുന്ന കൗരവ സൈന്യത്തെ ഒന്ന് നോക്കിക്കൊണ്ട് കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. എന്താണ് പറഞ്ഞത്? അർജുന ഉവാച. എന്താണ്? അർജുനൻ പറഞ്ഞു എന്നാണ് അർത്ഥം. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേ അച്യുത യാവദേതാൻ നിരീക്ഷേഹം യോദ്ധ്യുകാമാനവസ്ഥിതാൻ. സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേ അച്യുത യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ. കൈർമയാ സഹയോധവ്യം അസ്മിൻ രണസമുദ്യമേ. എന്താ പറയുന്നത്? സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേ അച്യുത യാവദേതന്നിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ. കൈർമയാ സഹയോധവ്യം
അസ്മിൻ രണസമുദ്യമേ. അപ്പം അർജുന വാച, അർജുനൻ പറഞ്ഞു. എന്താണ് അർജുനൻ പറഞ്ഞത്? സേനയോർ ഉഭയോർ മധ്യേ, ഉഭയം രണ്ട്, ഉഭയോർ മധ്യേ, ഉഭയോർ മധ്യേ. അപ്പൊ അതിനു മുമ്പ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അച്യുത എന്നാണ്. അച്യുതൻ എന്ന് പറഞ്ഞാലോ ച്യുതിയില്ലാത്തവൻ എന്നർത്ഥം. അപ്പോ ഇവിടെ അച്യുത എന്ന് വിളിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്തുകൊണ്ടാണ്? അർജുനന്റെ തേരാളിയായിട്ടാണ് ഭഗവാനാണ് എന്നെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ തേരാളിയോട് രാജാവ് എന്ന നിലയ്ക്ക് പാണ്ഡുപുത്രനായിരിക്കുന്ന, അല്ലെങ്കിൽ ആ തേരിൽ യുദ്ധം ചെയ്യുവാൻ നിൽക്കുന്നയാൾ എന്ന നിലയ്ക്ക് പാണ്ഡുപുത്രനായിരിക്കുന്ന അർജുനന് തൻ്റെ തേരാളിയോട് കൽപ്പിക്കുവാൻ ഉള്ള അവകാശമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ കൽപ്പിച്ചുകൊണ്ടായിരിക്കാം പറഞ്ഞിരിക്കുന്നത്, അതല്ലെങ്കിൽ സഖ ആണല്ലോ, അങ്ങനെ ആ ഒരു സ്നേഹത്തോടു കൂടിയായിരിക്കാം പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാനോടുള്ള ബഹുമാനത്തോടു കൂടിയായിരിക്കാം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഇരുന്നാലും അച്യുത എന്ന് വിളിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ഒട്ടും നാശമില്ലാതെ, അതായത് തൻ്റെ തേരാളിയാണ്, അങ്ങനെ ഞാൻ പറഞ്ഞ വാക്കുകൾക്കൊന്നും യാതൊരു സങ്കോചമോ മടിയോ അല്ലെങ്കിൽ ഒരു ബയാസ്ഡ് ആയിട്ടോ ചിന്തിക്കാതെ എന്താണോ നല്ലത് അത് നടത്തും എന്നുള്ളത് കൊണ്ടാണ് അച്യുത എന്നുള്ള ആ പേരിവിടെ വന്നത്. അങ്ങനെ അർജുനന്റെ നിർദ്ദേശങ്ങൾക്ക് യാതൊരു വൈമുഖ്യവും കാട്ടുകയില്ല ഭഗവാൻ എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് അച്യുത എന്നൊരു പ്രയോഗം വന്നിരിക്കുന്നത് എന്നാണ്. അപ്പൊ ച്യുതിയില്ലാത്തവൻ, നാശമില്ലാത്തവനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് അച്യുത എന്നൊരു വിളി ഇവിടെ വന്നത്. പിന്നീടോ സേനയോർ മധ്യേ, സേനയോർ, സേന എന്ന് പറഞ്ഞാൽ ആ സൈന്യങ്ങൾ അല്ലേ, രണ്ടുപേരുടെയും, ഉഭയോർ രണ്ട് സൈന്യങ്ങളുടെയും മധ്യേ, അപ്പൊ രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തില് രഥം സ്ഥാപയമേ അച്യുത എന്നാണ്. അല്ലയോ ഭഗവാൻ കൃഷ്ണ, അല്ലയോ അച്യുത, നമ്മളുടെ ഈ രഥം രണ്ട് സൈന്യങ്ങളുടെയും നടുക്ക് നിർത്തിയാലും എന്നാണ്. എന്തുകൊണ്ടാണ്? കൈർമയാ സഹയോധവ്യം അസ്മിൻ രണസമുദ്യമേ. അതിനു മുമ്പ് പറയുന്നു യാവദേതാൻ നിരീക്ഷേഹം, യാവദേ. അപ്പം കൈർമഹ എന്ന് പറഞ്ഞാൽ കൈർമഹ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് കൈർമയാ സഹ. അപ്പൊ കൈ സഹ എന്ന് പറഞ്ഞാൽ ആരോടുകൂടി, പിന്നീടോ യോധവ്യം എന്ന യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. യുദ്ധം ആരോടാണ് ചെയ്യേണ്ടത് എന്നുള്ള അവസ്ഥയിലാണ് യോധവ്യം എന്ന് പ്രയോജിച്ചിരിക്കുന്നത്. അപ്പോ പിന്നീടോ ആരോടുകൂടി യുദ്ധം ചെയ്യപ്പെടണമോ എന്നുള്ള ചോദ്യമാണ്. അവരെയും എന്താണ്? യോദ്ധുകാമാൻ, യുദ്ധം ചെയ്യുവാൻ ഇച്ഛയുള്ളവരുമായിട്ട്. അപ്പം യാവദേതാൻ നിരീക്ഷേഹം, യാവദേതാൻ നിരീക്ഷേഹം എന്ന് പറയുമ്പോൾ ഇവിടെ യോദ്ധുകാമാൻ, യുദ്ധം ചെയ്യുവാൻ ഇച്ഛയോടുകൂടി, യോദ്ധു എന്ന് ഉദ്ദേശിക്കുന്നത് യുദ്ധത്തെയാണ്. കാമാൻ ഇച്ഛയോടുകൂടി, ആഗ്രഹത്തോടുകൂടി, യോദ്ധുകാമാൻ നിരീക്ഷേ അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, നിരീക്ഷേ അവരെ ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്നുള്ളതാണ്. അപ്പൊ യുദ്ധം ചെയ്യുവാൻ ഇച്ഛയുള്ളവരായിട്ട് ഉള്ളവരെ ഞാൻ ഒന്ന് കണ്ടുകൊള്ളട്ടെ. പിന്നീട് അത് ഇവിടെ അവസ്ഥിതാൻ എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ. കൈർമയാ സഹയോധവ്യം അസ്മിൻ രണസമുദ്യമേ. രണസമുദ്യമേ എന്ന് പറഞ്ഞാല്, രണം എന്ന് പറഞ്ഞാൽ യുദ്ധം, സമുദ്യമേ ഇവിടെ ഉദ്യമം, സമുദ്യമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആരംഭത്തിൽ തന്നെ എന്നർത്ഥം. അപ്പോൾ അല്ലയോ അച്യുത, അല്ലയോ ഭഗവാനെ കൃഷ്ണ, ഈ ഇരു സൈന്യങ്ങൾക്കും നടുവിലായിട്ട് എൻ്റെ രഥത്തെ അങ്ങ് നിർത്തിയാലും എന്നുള്ളതാണ്. കാരണം എന്താണ്? അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് ഈ യുദ്ധാരംഭത്തിൽ ഞാൻ ആരോടെല്ലാമാണ് യുദ്ധം ചെയ്യേണ്ടത് അവരെയും, അതിനു പുറമെ ഇപ്പോൾ യുദ്ധത്തിനായി ഒരുമ്പിട്ട് നിൽക്കുന്നവരും എന്നാണ്. അപ്പൊ എന്നോട് യുദ്ധം ചെയ്യുന്നവരാരൊക്കെയാണ്? ഫേസ് ടു ഫേസ്, നേരെ എതിർത്ത ശത്രുക്കൾ, എനിക്ക് നേരെ യുദ്ധം ചെയ്യുന്നവർ കുറച്ച് പേര് കാണുമല്ലോ. അന്നൊക്കെ ധർമ്മയുദ്ധമാണ്. അപ്പൊ എല്ലാവർക്കും അവിടുന്ന് ഇവിടുന്നൊന്നും യുദ്ധങ്ങൾ ചെയ്യുക പതിവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് നേരെ യുദ്ധം ചെയ്യുന്നത് ആരാണ്? പിന്നീടോ പാണ്ഡവരും കൗരവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് നമ്മൾ നേരത്തെ യുദ്ധഭൂമിയിൽ ആരൊക്കെയാണ് നിൽക്കുന്നത് എന്ന ദുര്യോധനന്റെ ഇൻട്രഡക്ഷനാണ് നമ്മൾ കണ്ടത് അല്ലേ. ദുര്യോധനൻ ദ്രോണാചാര്യരോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് സഞ്ജയൻ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഇവിടെ അർജുനൻ നേരിട്ട് തന്നെ പറയുകയാണ്, എന്തോ സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത.
രണ്ട് സൈന്യങ്ങളുടെയും നടുവിലായിട്ട് മേ രഥം എന്ന് വെച്ചാൽ എൻ്റെ രഥം സ്ഥാപയ നിർത്തിയാലും യാവൽ അപേക്ഷ എന്താണ് യാവതേതാൻ നിരീക്ഷേഹം അവരെയെല്ലാം ഒന്ന് ആരൊക്കെയാണ് എന്ന് എല്ലാവരെയും നിരീക്ഷേ നല്ലവണ്ണം കാണുവാൻ വേണ്ടിയായിട്ടാണ് എന്നാണ്. ഏത് യാവതേതാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നേരെ ശത്രുക്കൾ മാത്രമല്ല മറ്റുള്ളവരെയും ആ യുദ്ധഭൂമിയിൽ നിൽക്കുന്ന യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുന്ന രണ്ട് സൈന്യങ്ങളിലും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് സേനയോർ ഉഭയോർ മധ്യേ കൗരവ സൈന്യത്തില് എൻ്റെ നേർക്ക് നേരെ യുദ്ധം ചെയ്യുവാനുള്ളവർ ആരൊക്കെയാണെന്ന് എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് അറിയണം. അതോടൊപ്പം തന്നെ രണ്ട് സൈന്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെയാണ് യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറായിട്ട് ഇവിടെ യുദ്ധത്തിന് യുദ്ധകാമാനവസ്ഥിതാൻ യുദ്ധത്തിന് തൽപരരായിട്ട് യുദ്ധേച്ഛുക്കളായിട്ട് ഇവിടെ എത്തി നിൽക്കുന്നത് എന്നാണ്. അപ്പോൾ സേനയോരുഭയോർ മധ്യേ ഉഭയം രണ്ട് മധ്യം എന്ന് പറഞ്ഞാൽ നടുക്ക് സേനകളുടെ മധ്യത്തിൽ രഥം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ചാരിയറ്റ് അല്ലെങ്കിൽ രഥം സ്ഥാപയമേ അച്യുത അലയോ അച്യുത ച്യുതിയില്ലാത്തവനെ മേ രഥം എൻ്റെ രഥം രണ്ട് സേനകളുടെയും നടുക്ക് നിർത്തിയാലും എന്തിനാണ് യാവതേതാൻ നിരീക്ഷേഹം എന്തെന്നല്ലാൽ ഈ ജനങ്ങളെയും കാരണം മുഴുവൻ ജനങ്ങളെയും ഉണ്ട്. അതാണ് യാവതേതാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. യാവത് എല്ലാം നന്നായിട്ട് നിരീക്ഷേ അഹം നന്നായിട്ട് എനിക്കൊന്ന് കാണണം. എങ്ങനെ യോദ്ധുകാമാൻ അവസ്ഥിതാൻ യുദ്ധേച്ഛുക്കളായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നവരാരൊക്കെയാണെന്ന് എല്ലാവരെയും എനിക്കൊന്ന് കാണണം. പിന്നീടോ കൈർമയാ സഹയോധവ്യം കൈർമയാ അതായത് കൈസഹ ആരോടുകൂടി കൈസഹ എങ്ങനെ യോധവ്യം യുദ്ധം മയാ എന്നാൽ ആരോട് യുദ്ധം ചെയ്യണം, ഞാൻ ആരോട് യുദ്ധം ചെയ്യണം എന്നർത്ഥം. അപ്പം ഞാൻ എൻ്റെ നേരെ എതിർക്കുന്നവർ ആരൊക്കെ ആയിരിക്കും 1 to 1 ഫേസ് ടു ഫേസ് ആരാണ് യുദ്ധം ചെയ്യുന്നത് അവരെയും എനിക്കൊന്ന് കാണണം. പിന്നീടോ കൈർമയാ സഹയോധവ്യം അസ്മിൻ രണസമുദ്യമേ എന്നാണ്. അപ്പോൾ അല്ലയോ അച്യുത ഈ യുദ്ധാരംഭത്തില് രണസമുദ്യമേ യുദ്ധത്തിന്റെ ഈ ആരംഭത്തിൽ തന്നെ ഞാൻ ആരോടെല്ലാം യുദ്ധം ചെയ്യണമോ അവരെയും അതോടൊപ്പം തന്നെ ഇപ്പോൾ യുദ്ധത്തിനായിട്ട് ഒരുമ്പെട്ട് നിൽക്കുന്നവരെയും ഞാൻ നല്ലവണ്ണം ഒന്ന് നോക്കി കണ്ടുകൊള്ളട്ടെ. അതുകൊണ്ട് ഈ രണ്ട് സൈന്യത്തിൻ്റെയും നടുവില് നമ്മളുടെ ഈ എൻ്റെ രഥത്തെ മേ രഥം എന്നാണോ രഥം ഒന്ന് നിർത്തിയാലും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുതാം യാവതേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹയോധവ്യം അസ്മിൻ രണസമുദ്യമേ. എന്നിട്ടോ 23-ാമത്തെ ശ്ലോകം യോത്സ്യമാനാനപേക്ഷേഹം യേതേ അത്ര സമാഗതാം ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയ ചികീർഷവ. എന്താണ് യോത്സ്യമാനാനപേക്ഷേഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോത്സ്യമാനാൻ അപേക്ഷേഹം ഏത അത്ര സമാഗതാം. അപേക്ഷ എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് കാണട്ടെ എന്നാണ്. ആരെ? യോത്സ്യമാനാൻ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്നവരെ എന്നാണ്. നേരത്തെ പറഞ്ഞു യുദ്ധം ചെയ്യാൻ ഇച്ഛയുള്ളവരെ കുറിച്ച് ഇതിനു മുമ്പ് പറഞ്ഞു. ഇനിയുടെ എന്താണ്? യോത്സ്യമാനാൻ എന്നാണ്. എങ്ങനെ? ദുർബുദ്ധിയായിട്ടുള്ള ധാർത്തരാഷ്ട്രസ്യ ധൃതരാഷ്ട്രന്റെ പുത്രന്മാരെ ദുർബുദ്ധേ പിന്നെ യുദ്ധേ പ്രിയ ചികീർഷവ എന്നാണ്. പ്രിയ ചികീർഷവ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിയമായിട്ട് ആർക്ക്? യുദ്ധത്തില് ദുര്യോധനന് ധൃതരാഷ്ട്ര പുത്രന്മാർക്ക് ഇഷ്ടത്തെ ചെയ്യുവാൻ ഇച്ഛയുള്ളവരായിട്ട് എന്ന് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നേരത്തെ രണ്ട് സൈന്യങ്ങളുടെ നടുക്ക് നിർത്താൻ പറഞ്ഞു. എന്നോട് യുദ്ധം ചെയ്യുന്നവർ ആരൊക്കെയാണെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. രണ്ട് സൈന്യങ്ങളിലും ആരൊക്കെയാണ് യുദ്ധകാമേച്ഛുക്കളായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് ഇപ്പൊ പറയുന്നത് എന്താണ്? അല്ലയോ അച്യുത, ഈ ദുർബുദ്ധിയായിട്ടിരിക്കുന്ന ധാർത്തരാഷ്ട്രസ്യ ധൃതരാഷ്ട്രപുത്രൻ, അതാരാണ്? ദുര്യോധനൻ. ആ ദുര്യോധനന് യോത്സ്യമാനാനപേക്ഷേഹം, യുദ്ധം ചെയ്യാൻ പോകുന്ന അപേക്ഷ ഒന്ന് കാണട്ടെ. ഏതേ അത്ര സമാഗത, അത്ര സമാഗത ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എന്തിനു വേണ്ടി? ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയ ചികീർഷവാം, ഈ യുദ്ധത്തില് പ്രിയ ചികീർഷവ, ദുര്യോധനന് ഇഷ്ടത്തെ ചെയ്യുവാൻ ഇച്ഛയുള്ളവരായിട്ട്, അതല്ലെങ്കിൽ ദുര്യോധനന് എന്താണോ പ്രിയം, അല്ലെങ്കിൽ ദുര്യോധനന്റെ താല്പര്യത്തിന് വഴങ്ങുന്നവരായിട്ട്, ദുര്യോധനനെ സന്തോഷിപ്പിക്കുവാനായിട്ട് പ്രിയ ചികീർഷവ, പ്രിയ ആ ഇഷ്ടം, ചികീർഷവ ചെയ്തു കൊടുക്കാൻ ഇച്ഛയുള്ളവരായിട്ടാണ് എന്നാണ്. അപ്പോ ഏതേ ആ യാതൊരു ജനങ്ങളെ, അതാണ് ഏതേ അത്ര സമാഗത എന്നാണ്. ഏതേ അത്ര സമാഗത എന്ന് പറഞ്ഞാൽ ഏതേ ഈ യാതൊരു ജനങ്ങളാണോ അത്ര എന്നാൽ ഇവിടെ ഈ യുദ്ധകളത്തില് സമാഗത, സമാഗത, ആഗത എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നു. അപ്പൊ നല്ല രീതിയിൽ തന്നെയാണ് സമാഗത, സമാഗതമായിരിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നുവോ അവരെയും എന്നാണ്. അപ്പോ യോത്സ്യമാനാനപേക്ഷേഹം, അപ്പൊ ആദ്യം പറഞ്ഞു ഞാൻ ആരെയൊക്കെയാണ് നിരീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ദുർബുദ്ധിയായിട്ടിരിക്കുന്ന ആ ധൃതരാഷ്ട്രന്റെ പുത്രൻ ആ ദുര്യോധനനെ സന്തോഷിപ്പിക്കുവാനായിട്ട് യുദ്ധം ചെയ്യുവാൻ തയ്യാറായിട്ട് ഇവിടെ ആരൊക്കെയാണോ വന്നിരിക്കുന്നത് അവരെയും ഞാനൊന്ന് കണ്ടുകൊള്ളട്ടെ അച്യുത എന്നാണ്. യോത്സ്യമാനാനപേക്ഷേഹം ഏതേ അത്ര സമാഗത ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയ ചികീർഷവ. അപ്പോ എന്താണ്? സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹയോധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാനപേക്ഷേഹം ഏതേ അത്ര സമാഗതാം ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയ ചികീർഷവാം. അപ്പോ എന്താണ്? ഈ 4 ശ്ലോകങ്ങൾ ഒന്നിച്ചു ചേർത്ത് വായിക്കുമ്പോൾ അല്ലയോ അച്യുത, ദുഷ്ടബുദ്ധിയായിരിക്കുന്ന ആ ദുര്യോധനന്റെ പ്രീതി, നമ്മൾ ശ്ലോകങ്ങളെ മുറിച്ച് അർത്ഥം നോക്കി, ഇനി ഒന്നിച്ച് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കുകയാണ്. എന്താണ്? അല്ലയോ അച്യുത, ഈ ദുർബുദ്ധിയായിട്ടിരിക്കുന്ന ആ ദുര്യോധനന്റെ പ്രീതിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനുള്ള ഇച്ഛയോടുകൂടിയും ആരെല്ലാം ഈ യുദ്ധകളത്തിൽ വന്നിരിക്കുന്നുവോ അവരെയും ഈ യുദ്ധാരംഭത്തിൽ, രണസമുദ്യമേ എന്നാണ് പറഞ്ഞത്, ഈ യുദ്ധാരംഭത്തില് ഞാൻ ആരോടെല്ലാം യുദ്ധം ചെയ്യണമോ എന്നാണ്. യുദ്ധ ആരംഭത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നീട് എങ്ങനെയൊക്കെയാണ് യുദ്ധം നീളുന്നതെന്ന് അറിയില്ല. ആരംഭത്തിൽ എനിക്ക് ഫേസ് ചെയ്യേണ്ട ഒരാളുണ്ട്. അപ്പൊ യുദ്ധാരംഭത്തില് ഞാൻ ആരോടെല്ലാം യുദ്ധം ചെയ്യണമോ അവരെയും, അതിനും പുറമേ ഇപ്പോൾ ഇവിടെ യുദ്ധത്തിനായി ഒരുമ്പെട്ട് വരും ഞാൻ അവരെയെല്ലാം ഞാൻ നല്ലവണ്ണം നോക്കിക്കണ്ട് ഒന്ന് അറിയുന്നതിന് വേണ്ടി ആ സൈന്യങ്ങളുടെ നടുവിലായിട്ട് ഭഗവാനെ കൃഷ്ണ എൻ്റെ രഥത്തെ ഒന്ന് നിർത്തിയാലും എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ പറയുന്നത് സഞ്ജയവാച എന്നാണ്. സഞ്ജയവാച, അപ്പം അർജുനൻ അവിടെ പറയുന്നു, അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു. ആ പറഞ്ഞത് മുഴുവൻ സഞ്ജയൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി സഞ്ജയൻ വീണ്ടും പറയുകയാണ്. എന്താണ്? ഭഗവാൻ ഏവമുക്തോ ഹൃഷീകേശ ഗുഢാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. സഞ്ജയവാച, സഞ്ജയൻ പറഞ്ഞു. എന്താണ്? ഏവമുക്തോ ഹൃഷീകേശ, ഏവമുക്തോ ഹൃഷീകേശോ ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. ഇവിടെ ഭാരത എന്നാണ് വിളിച്ചിരിക്കുന്നത്. ആരെയാണ്? ധൃതരാഷ്ട്രരെ. അല്ലയോ ഭരതപുത്ര എന്നാണ് ഭരതപുത്ര എന്ന് വിളിക്കാൻ കാരണം ആ ഭരതവംശത്തിലുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ്, ആ വംശത്തിലാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത്
എങ്ങനെ ഭരതപുത്രനായ എന്നുള്ള ആ ഒരു സംജ്ഞ അവിടെ വന്നത്. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ ഭരതപുത്ര, എന്താണ്? ഏവമുക്തോ ഹൃഷീകേശ. ഉക്ത എന്ന് പറഞ്ഞാൽ പറയപ്പെടുക, പറഞ്ഞതിന് ശേഷം. ഗുഡാകേശേന എന്ന് പറയുന്നത്, ഗുഡാകേശേന എന്നുള്ളത് ഇവിടെ അർജുനനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഗുഡാകേശേന എന്ന് പറയുന്നതിന് എന്താണ്? നിദ്രയെ അല്ലെങ്കിൽ ഉറക്കത്തെ ജയിച്ചിരിക്കുന്നയാള് എന്നുണ്ട്. നമ്മളെ ഹൃഷീകേശൻ എന്ന പദം ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുവാൻ സാമർഥ്യമുള്ളവനാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞു. ആരുടെ? എല്ലാ ജനങ്ങളിലും. കാരണം എല്ലാ ജീവാത്മാക്കളിലും പറഞ്ഞു ആ പരമാത്മാവ് കുടികൊള്ളുന്നു. നമ്മൾ അവരുടെ എല്ലാം അംശമാണ്. അംശാവതാരം, ആവേശാവതാരം, കലാവതാരം, ഇങ്ങനെ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും അകത്തിരുന്നു കൊണ്ട് ഊർധ്വരേതം വിരൂപാക്ഷം നിയന്ത്രിക്കുവാനുള്ള കഴിവ് സാക്ഷാൽ ഭഗവാൻ പരബ്രഹ്മമായിരിക്കുന്ന കൃഷ്ണനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കൃഷ്ണന് ഹൃഷീകേശൻ, ഇന്ദ്രിയ നിയന്ത്രണങ്ങൾ സാധിക്കുന്നവൻ എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ അർജുനനെ വിളിക്കുന്നു ഗുഡാകേശേന. ഇപ്പം നിദ്രയെ ജയിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് അർജുനാൽ എന്ന ഒരു പ്രകാരം പറയുന്നുണ്ട്. ഇതിന് ശാസ്ത്രീയമായിട്ട് എങ്ങും കണ്ടിട്ടില്ല. ചിന്മയാനന്ദ സ്വാമി പറഞ്ഞിരിക്കുന്നത് ഒരു ഫോറിൻ ഓതർ എന്നാണ്. ആര് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു കേശേന. കേശ എന്ന് പറയുമ്പോൾ തലമുടിക്കെട്ടാണല്ലോ. തലമുടിക്ക് കേശം എന്ന് പറയാം പഴയ കാലത്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്റർപ്രിട്ടേഷൻ സീംസ് ടു ബി ക്വൈറ്റ് ഇന്റലിജന്റ് എന്നാണ്, ആൻഡ് മോർ ആക്സെപ്റ്റബിൾ ദാൻ ദ ട്രഡീഷണൽ സൂപ്പർസ്റ്റീഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിദ്രയെ ജയിച്ചിരിക്കുന്നവൻ എന്നതിനേക്കാൾ ഉപരി, ദ വൺ ഹു കോൺകറർ ദ സ്ലീപ്പ്, അതിനേക്കാൾ ഉപരി, നിദ്രയെ ജയിച്ചിരിക്കുന്നതിനേക്കാളും ഉപരി എന്നതിനേക്കാൾ അദ്ദേഹം പറയുന്നത് ഗുഡാകേശ. കേശം എന്ന് പറഞ്ഞാൽ തലമുടി, ഗുഡ എന്ന് പറഞ്ഞാൽ നമ്മൾ തലമുടി കെട്ടിവെക്കുന്നതായിട്ടാണ്. അപ്പം തലമുടി ഒന്നുകിൽ ഇപ്പം സ്ത്രീകൾക്കൊക്കെ തലമുടി കെട്ടിവെക്കുമല്ലോ, പിന്നി കെട്ടിവെക്കുകയും, അപ്പം 2 or 3 കെട്ടായിട്ട്, പല കെട്ടുകളായിട്ട്. കാരണം കാറ്റത്ത് പറന്ന് നടക്കണ്ട. കിരീടം വെച്ചിട്ടുണ്ടെങ്കിലും തലമുടി കാറ്റത്ത് ഇങ്ങനെ പറന്ന് നടക്കാം, യുദ്ധക്കളമല്ലേ. അപ്പോൾ ആ തലമുടി ഒരു ബുദ്ധിമുട്ടായി തീരും. അതുകൊണ്ട് തലമുടി കെട്ടിവെച്ചിരിക്കുന്നവൻ ഒരു ഉണ്ടകൾ പോലെ, ഗുഡ എന്നാൽ ഒരു ഇങ്ങനെ സർക്കുലർ ഫോം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഹെയർ ട്വിസ്റ്റഡ് ഇൻ ടു ബോൾസ് എന്നാണ് ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന നിർവചനം. ആര്? വിവേകാനന്ദ സ്വാമി, അല്ല സോറി, ചിന്മയാനന്ദ സ്വാമികൾ. അപ്പം ഏവമുക്ത്വാ ഹൃഷീകേശ, ഏവം ഉക്ത, ഇപ്രകാരം പറയപ്പെട്ട എന്നാണ്. ഏവം ഉക്ത, ഇപ്രകാരം പറയപ്പെട്ട. നമ്മൾ ഗുഡാകേശേന എന്നുള്ളതാണ് പറഞ്ഞത്. ഭാരത എന്ന് പറഞ്ഞു. ഭാരത എന്ന് പറഞ്ഞാൽ ഇവിടെ ധൃതരാഷ്ട്രരെയാണ് സഞ്ജയൻ അഭിസംബോധന ചെയ്യുന്നു. ഗുഡാകേശേന എന്ന് പറഞ്ഞിരിക്കുന്നത് അർജുനെയാണ്. ഹൃഷീകേശോ എന്ന് പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്. ഏവമുക്തോ, ഇപ്രകാരം പറയപ്പെട്ടു. ശ്രീകൃഷ്ണ ഭഗവാൻ എന്നിട്ടോ സേനയോർ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. സേനയോർ ഉഭയോർ മധ്യേ, ആ 2 സേനകളുടെ മധ്യത്തിലായിട്ട് എന്ത് ചെയ്തു? ആ രഥം, ഉഭയോ എന്ന് വെച്ചാൽ 2, ഉഭയം 2 സേന, ആ സേന 2 സൈനികളുടെ മധ്യേ, സേനയോർ ഉഭയോർ മധ്യേ, 2 സേനകളുടെയും മധ്യത്തിലായിട്ട് രഥോത്തമം സ്ഥാപയിത്വ. സ്ഥാപിച്ചിട്ട്, സ്ഥാപിക്കുക എന്താണ്? നിർത്തിയിട്ട് രഥോത്തമം. എന്തിനെ നിർത്തിയിട്ട്? രഥോത്തമം, ആ ഉത്തമമായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന തേരിനെ സ്ഥാപിച്ചു എന്നാണ്. അപ്പൊ സഞ്ജയൻ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ ഭരതപുത്ര, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, അർജുനന്റെ ഈ വാക്കുകൾ കേട്ടിട്ട്, ഏവമുക്തോ, ഈ വാക്കുകൾ കേട്ടിട്ട്, ഹൃഷീകേശോ, ഹൃഷീകേശ സാക്ഷാൽ ഭഗവാൻ എന്നാണ്. അപ്പൊ നോക്കൂ, ഇതാണ് സംസ്കൃതത്തിന്റെ ഒരു പ്രത്യേകത. നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് വലിയ പാണ്ഡിത്യങ്ങളൊന്നും വേണമെന്നില്ല. ഓരോ വാക്കിന്റെ അർത്ഥം പതുക്കെ പതുക്കെ നമ്മളിലോട്ട് പതിഞ്ഞു വരും. നിങ്ങളെല്ലാവരും തന്നെ സംസ്കൃതം പഠിക്കാത്തവരാണെങ്കിലും ഒരുപക്ഷെ ഭഗവത്ഗീത പഠനം കഴിയുമ്പോഴത്തേക്കും മിക്കവാറുമുള്ള വാക്കുകളുടെയൊക്കെ അർത്ഥം മനസ്സിലാവും. സംസ്കൃതത്തിലോട്ട് ഒരുവിധം നല്ല പരിജ്ഞാനം വരും. ശ്രദ്ധിക്കണം, കാരണം ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പം ഏവമുക്തോ, ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ആര്? ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, ഇപ്രകാരം ആ ഗുഡാകേശന്റെ, അർജുനന്റെ വാക്കുകളെ കേട്ടിട്ട് ആ ഭഗവാൻ എന്ത് ചെയ്തു? സേനയോർ ഉഭയോർ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമം, ഉത്തമമായ രഥത്തെ
സ്ഥാപിച്ചു. എവിടെ? സേനയോർ ഉഭയോർ, രണ്ട് സേനകളുടെയും മധ്യത്തില് സ്ഥാപിച്ചു. ഉഭയം രണ്ട് സേന സൈന്യങ്ങള് മധ്യത്തില് നടുക്ക്. അങ്ങനെ സഞ്ജയൻ പറഞ്ഞു, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, അർജുനന്റെ ആ വാചകം അർജുനൻ പറഞ്ഞതിന് ശേഷം രണ്ട് സേനകളുടെ മധ്യത്തിലായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ആ തേരിനെ സ്ഥാപിച്ചു, നിർത്തിയിട്ടു എന്നുള്ളതാണ്. എന്നിട്ടോ അടുത്ത ശ്ലോകം എന്താ പറയുന്നത് നോക്കാം. 25. ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീക്ഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേദാൻ കുരുനിധി. ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരുനിധി. അതായത് ഭീഷ്മദ്രോണാദികളുടെയും, അതാണ് ഭീഷ്മദ്രോണ പ്രമുഖത. ഭീഷ്മന് ദ്രോണര് പ്രമുഖന്മാരെല്ലാം ഉണ്ട്. പിന്നീടോ സർവേഷാം ച മഹീക്ഷിതാം, മറ്റ് പ്രമുഖന്മാരായിരിക്കുന്ന എല്ലാ രാജാക്കളുടെയും മുമ്പിൽ വെച്ച് ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരുനിധി. ഉവാച എന്ന് പറഞ്ഞാൽ പറഞ്ഞു, പശ്യ നിങ്ങൾ കണ്ടാലും, അല്ലയോ പാർത്ഥ. ഉവാച പാർത്ഥ പശ്യൈതാൻ, അല്ലയോ പാർത്ഥ നീ കണ്ടുകൊള്ളൂ എന്ന് സമവേതാൻ കുരുനിധി. അപ്പോ ഈ ഭീഷ്മദ്രോണാദികളുടെ അതേപോലെ തന്നെ മറ്റ് പ്രമുഖന്മാരായിരിക്കുന്ന രാജാക്കന്മാരെല്ലാം അവിടെ നിൽക്കുന്നു. അങ്ങനെ ആ എല്ലാ രാജാക്കന്മാരുടെയും മുമ്പിലായിട്ട് തൻ്റെ ശ്രേഷ്ഠമായ ആ തേരിനെ നിർത്തിയിട്ട് ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, നീ ചേർന്നു നിൽക്കുന്ന ഈ കൗരവ സൈന്യത്തെ കണ്ടാലും എന്നുള്ളതാണ്. സമവേതാൻ കുരുനിധി. കുരു എന്ന് പറഞ്ഞാൽ കുരൂൻ എന്ന് പറഞ്ഞാൽ കൗരവന്മാരെ. പശ്യ കണ്ടാലും. അപ്പോ ഈ രണ്ട് സൈന്യങ്ങളുടെ മധ്യത്തിലായിട്ട് കൊണ്ടു നിർത്തി. എന്നിട്ട് ഭഗവാൻ പറയുന്നതായിട്ട് ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ, കണ്ടാലും എന്നാണ് പറയുന്നത്. സമവേദാൻ ഒന്നിച്ചു നിന്ന് ഒന്നിച്ചു ചേർന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാ 100 പുത്രന്മാരും ഉണ്ടല്ലോ ധൃതരാഷ്ട്രയുടെ, അവരെല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്നതായിരിക്കുന്ന ഏതാൻ, ആ ഈ എന്നർത്ഥം, ഈ കുരുവംശത്തെ, ഈ കുരവന്മാരെ പശ്യ കണ്ടാലും. ഇതെങ്ങനെ? വാച ഇതി ഭഗവാൻ പറഞ്ഞു എന്നാണ്. ഭീഷ്മദ്രോണാദികളുടെ അതേപോലെ തന്നെ മറ്റു രാജാക്കന്മാരുടെയും എല്ലാവരെയും അർജുനനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെയെല്ലാം കണ്ടുകൊള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു എന്നുള്ളതാണ്. ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേദൻ കുരുനിധി. തത്രാ പശ്യത് സ്ഥിതാൻ പാർത്ഥ പിതൃണഥ പിതാമഹാൻ ആചാര്യൻ മാതുലൻ ഭ്രാതൃപുത്രൻ പൗത്രാൻ സഖീംസ്തഥാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരഭി. എന്താണ്? തത്രാപശ്യാൽ. തത്ര എന്നാൽ അവിടെ, അപശ്യാതാണ്. തത്രാപശ്യാൽ സ്ഥിതാൻ പാർത്ഥ പിതൃനഥ പിതാമഹൻ ആചാര്യൻ മാതുലാൻ ഭ്രാതുപുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശ്വശുരൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരഭി എന്നാണ്. ശ്വശുരൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരഭി. അപ്പൊ അതിനുശേഷം ഈ എല്ലാം കണ്ടുകൊള്ളാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് തത്ര അവിടെ പാർത്ഥൻ അർജുനൻ എന്ത് ചെയ്തു? തത്ര പശ്യാസ്ഥിതാൻ പാർത്ഥ, അവിടെ നിന്നുകൊണ്ട് അവിടെ നിൽക്കുന്നതായിട്ടുള്ള അർജുനൻ എല്ലാവരെയും ഒന്ന് നോക്കിയെന്നാണ്. അവിടെ നിൽക്കുന്ന ആരൊക്കെയാന്ന് നോക്കിയപ്പം പിതൃൻ
അപ്പൊ രണ്ട് സൈന്യത്തെ നോക്കുന്നുണ്ട്. പിതാക്കന്മാര്, പിന്നീടോ പിതാമഹൻ, മുത്തച്ഛന്മാര്, ആചാര്യൻ, ആചാര്യനായപ്പോ ദ്രോണാചാര്യര് ഇല്ലേ, പിന്നീടോ ഇവിടെ പിതുക്കള്, ദ്രൗപദിയുടെ അച്ഛനും ഉണ്ടല്ലോ. അപ്പോ രണ്ട് സൈഡ് നിൽക്കുന്ന തത്ര പശ്യാസ്ഥിതാൻ പാർത്ഥ പിതൃണഥ പിതാമഹൻ ആചാര്യൻ, ആചാര്യന്. അത് കഴിഞ്ഞിട്ടോ മാതുലൻ, മാതുലൻ എന്ന് പറഞ്ഞാൽ അമ്മാവന്മാര്, അമ്മാവന്മാര് ഉണ്ട്. പിന്നീടോ ഭ്രാതൃൻ, സഹോദരന്മാര്, പുത്രാൻ, പുത്രന്മാര്, പിന്നീട് പൗത്രാൻ, പൗത്രന്മാർ, അതായത് പുത്രന്മാരുടെ അല്ലെങ്കിൽ പുത്രികളുടെ പുത്രന്മാര്, ഇവരാണ് പൗത്രൻ എന്ന് പറയുന്നത്. സഖീൻ, അല്ലെങ്കിൽ കൂട്ടുകാര് അല്ലെങ്കിൽ സ്നേഹിക്കുന്നവര്. തഥാ അപ്രകാരം തന്നെ. പിന്നാരണം ശ്വശുരൻ സുഹൃദശ്ചൈവ. ശ്വശുരാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭാര്യയുടെ പിതാവ്. അപ്പോ ഭാര്യാപിതാവ് ഉണ്ട്. സുഹൃദശ്ച ഏവ, സുഹൃത്തുക്കളെയും അപശ്യാത് എന്നാൽ കണ്ടു എന്നാ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിന്ന് നോക്കിയപ്പോഴെന്താ കാണുന്നത്? തത്ര പശ്യാസ്ഥിതാൻ പാർത്ഥ പിതൃണഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതുപുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശ്വശുരാൻ സുഹൃദൈശ്ചൈവ സുഹൃദശ്ചൈവ സേനയോരുഭയോരഭി സുഹൃദ ച ഏവ എന്നാണ്, സുഹൃത്തുക്കളെയും എന്നാണ്. അപശ്യാത് കണ്ടു. അപ്പോൾ അർജുനൻ എന്താണ് കണ്ടത്? അവിടെ രണ്ട് സൈന്യങ്ങളിലും ഒന്ന് നിരീക്ഷിച്ചു. രണ്ട് സൈന്യങ്ങളെയും നിരീക്ഷിച്ചപ്പോൾ അവിടെ നിൽക്കുന്ന പിതാക്കന്മാരെയും അതേപോലെ പിതാമഹന്മാരും മുത്തച്ഛന്മാരെയും ഗുരുക്കന്മാരെയും അമ്മാവന്മാരെയും സഹോദരന്മാരെയും പുത്രന്മാരെയും പിന്നീട് പൗത്രന്മാരെയും പുത്രൻ്റെ പുത്രന്മാരെയും പിന്നീട് സഖാക്കള് തൻ്റെ സുഹൃത്തുക്കള്, അപ്രകാരം തന്നെ ഭാര്യാപിതാവര്, സ്വന്തം അച്ഛനുണ്ട്, മുത്തച്ഛനുണ്ട്, ഗുരു, ഇവർക്കെല്ലാം തുല്യരായ അസംഖ്യം പേരെ അർജുനൻ അവിടെ കണ്ടു എന്നാണ് പറയുന്നത്. അവരെയെല്ലാം കണ്ടു. അപ്പൊ യുദ്ധാരംഭത്തില് ഇരു സൈന്യങ്ങളുടെ മധ്യത്തില് ഇത്രയെല്ലാം വന്ധ്യവയോധികരായ ആൾക്കാരെ സാക്ഷാൽ ഇദ്ദേഹം കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന എന്താണ്? താൻ സമീക്ഷസ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷേദന്നിതമബ്രവീത്. എന്താണ്? താൻ സമീക്ഷസ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷേദന്നിതമബ്രവീത്. എന്താണ്? താൻ സമീക്ഷ സകൗന്ദേയ, സകൗന്ദേയ, ആ കൗന്ദീപുത്രൻ, കുന്തിയുടെ പുത്രനായതുകൊണ്ടാണ് കൗന്ദേയൻ എന്ന് പറയുന്നത്. ആ കുന്തിപുത്രൻ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ, അവസ്ഥിതാൻ സർവാൻ ബന്ധു, നോക്കിക്കഴിഞ്ഞിരിക്കുമ്പോൾ ആ യുദ്ധസന്നദ്ധരായിട്ട് യോദ്ധുകാമന്മാരായിട്ട് അപ്പുറയും ഇപ്പുറയും സൈന്യങ്ങൾ നിൽക്കുന്നവരെല്ലാം തന്നെ സർവാൻ ബന്ധൂൻ, എല്ലാ ബന്ധുക്കളെയും എന്നാണ്. സമീക്ഷ എന്നാൽ കണ്ടിട്ട്, സമീക്ഷ. എന്നിട്ടോ പരയാ എന്നാൽ വളരെ അതികാഠിന്യത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ വളരെ ബൃഹത്തായിട്ടുള്ള കൃപയാ, കൃപ എന്ന് പറഞ്ഞാൽ കാരുണ്യത്താൽ, ദയോടുകൂടി. അപ്പം ഒരു സത്തുക്കൾക്കുണ്ടാകുന്ന ഗുണമാണല്ലോ കാരുണ്യം, അല്ലേ? അപ്പം അത് കണ്ടിട്ട് സാധാരണ മനുഷ്യനും ഉണ്ടാവേണ്ടത് അങ്ങനെയല്ലേ? സാധാരണ മനുഷ്യരുടെ ഒരു വികാരമാണ് നന്മയായിട്ട്. അതേപോലെ തന്നെ ഇവിടെ കൃപ, മഹത്തായ കൃപ എന്ന് പറയുമ്പോൾ എല്ലാം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും വരും വരായ്മകളെ ആലോചിച്ച് മാത്രം ചെയ്യുന്ന ഒരാളാണ്. അത് സത്വഗുണം കൂടി ഒരാൾക്ക് മാത്രം ഉണ്ടാവുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൃപയാ, അങ്ങനെ ആ ഒരു കാരുണ്യത്താൽ എന്തു പറ്റി? താൻ സമീക്ഷസ കൗന്ദേയ സർവാൻ ബന്ധൂരവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷേദന്നിതമബ്രവീത്. വിഷീദൻ, വിഷണ്ണനായി, ആകെ വിഷമിച്ചു ഇവരെയൊക്കെ കണ്ടിട്ട്. ആര്? നോക്കിയപ്പം എല്ലാം ബന്ധുക്കളാണ്. അപ്പം ബന്ധുക്കളല്ലാതെ അപ്പം എല്ലാ ബന്ധുക്കളെയും സമീക്ഷ. അപ്പം കുന്തിപുത്രൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? താൻ സമീക്ഷ സകൗന്ദേയ, സകൗന്ദേയ കുന്തിപുത്രനായിരിക്കുന്ന ആ അർജുനൻ
അവസ്ഥിതാൻ അവിടെ നിൽക്കുന്ന എല്ലാ ബന്ധുക്കളെയും, താൻ സർവാൻ ബന്ധൂൻ എന്നാണ്, താൻ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ അവിടെ നിൽക്കുന്ന ആ ബന്ധുക്കളെ എല്ലാവരെയും കണ്ടിട്ട് പരയാ കൃപയാ കൃപയാ പരയാ വിഷ്ഠോ കൃപയാ പരയാ വളരെ ബൃഹത്തായിരിക്കുന്ന അല്ലെങ്കിൽ വർദ്ധിച്ചു വന്നിരിക്കുന്ന കാരുണ്യത്തോടുകൂടി ദയോടുകൂടി എൻ്റെ ബന്ധുക്കളാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആവിഷ്ഠോ എന്നാണ്. ആവിഷ്ഠോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവേശം പൂണ്ടിട്ട്, എല്ലാം ബന്ധുക്കളാണല്ലോ, ഇവർക്കെതിരെ ഞാനങ്ങനെ യുദ്ധം ചെയ്യും എന്നുള്ളൊരു ആവേശം, അല്ലെങ്കിൽ അവരോട് ആവേശം അല്ല കൂടിയവനായിട്ട് എന്തുപറ്റി, വിഷീദന്തൻ വ്യസനിച്ചു എന്നുള്ളതാണ്. വിഷണ്ണനായിട്ട് ഇതം എന്ന് വെച്ചാൽ ഇങ്ങനെ അബ്രവീത് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. അപ്പോൾ പല വിധത്തിലും തനിക്ക് ബന്ധുക്കളായുള്ളവരെയെല്ലാം അവിടെ കണ്ടിട്ട് രണ്ട് സൈന്യങ്ങളിലും ഒന്ന് നിരീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അർജുനൻ കാണുന്നത് മുഴുവൻ തൻ്റെ ബന്ധുക്കളെ മാത്രമാണ്. തൻ്റെ ബന്ധുക്കളോട് ഞാൻ യുദ്ധം ചെയ്യേണ്ടി വരുന്നല്ലോ എന്ന ഒരു അവസ്ഥ ഇവരെ എല്ലാം കണ്ടപ്പോൾ, കാരണം ഇവരിൽ പലരും തൻ്റെ കൈകൊണ്ട് മരിക്കും. വെല്ലാളി വീരനാണ് അർജുനൻ, എല്ലാവരെയും ജയിച്ചിരിക്കുന്ന ഒരു ചരിത്രമാണുള്ളത്. ഇപ്പം എന്നാൽ എല്ലാവരും മരിക്കുമല്ലോ അല്ലെങ്കിൽ കൊല്ലപ്പെടുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം വളരെ കാരുണ്യാഭരിതനായിട്ട്, കാരുണ്യം നിറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കുന്തിപുത്രന് കൃഷ്ണ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. എപ്രകാരം പറഞ്ഞു എന്നുള്ളത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ 27 വരെയുള്ള ശ്ലോകം, നമ്മൾ 21 മുതൽ 27 വരെയുള്ള ശ്ലോകം, 7 ശ്ലോകങ്ങളുണ്ട്. ഈ ശ്ലോകങ്ങൾ 2-3 പേര് പെട്ടെന്ന് ചൊല്ലാൻ തയ്യാറായി വന്നുകൊള്ളുക. ഇപ്പം ചന്ദ്രമതി ചേച്ചി ചൊല്ലിയില്ല, ചൊല്ലാം. കവിത ചേച്ചി ചൊല്ലാം, ലതിക ചേച്ചിക്ക് ചൊല്ലാം, അതേപോലെ നമ്മുടെ സാറുണ്ട്, ഉണ്ണികൃഷ്ണ സാറുണ്ട്. വേറെ ആരെങ്കിലുമൊക്കെ ചൊല്ലാൻ തയ്യാറായി. കാരണം ഇത് പഠിക്കുമ്പോൾ ചൊല്ലിക്കൊണ്ടും കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ പഠിക്കാൻ എളുപ്പമുണ്ട്. ചൊല്ലിക്കോളൂ. ചൊല്ലട്ടെ. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുതാ യാവദേതാന്നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യോസ്യമാനാനവേക്ഷേഹം യേതേത്ര സമാഗതാ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയചികീർഷവ. സഞ്ജയ ഉവാച ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണപ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പൈശ്യേതാൻ സമവേദാൻ കുരൂനിധി തത്രാ പശ്യസ്ഥിതാൻ പാർത്ഥ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശുശുരാൻ സുഹൃദൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാ വിഷ്ണു വിഷീദന്നിതമബ്രവീത്. ജയശങ്കര. ജയശങ്കര. ഇത് ഈ നമ്മളെ അച്യുത എന്നാണ് നമ്മൾ ധരിച്ചിരിക്കേണ്ടത് കേട്ടോ. ഇപ്പൊ ഈ സംസ്കൃതത്തിന് ഇപ്പം മലയാളം പുസ്തകത്തിലോട്ട് എഴുതിയ സംസ്കൃതത്തിലാണേലും മലയാളത്തിലാണേലും ഒരു ഇങ്ങനെ ഒരു എഫ് പോലെ എഴുതിയിട്ടുണ്ടായിരിക്കും. അത് പലയിടത്തും പല ശ്ലോകങ്ങൾ എല്ലായിടത്തും വേണ്ടി വരുന്നില്ല, പക്ഷെ മിക്കവാറും ആയുടെ പ്രയോഗം അവിടെ വരും എന്നുള്ളതാണ്. സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിച്ച് രഥം സ്ഥാപയമേ ച്യുത എന്നുള്ള എന്നുള്ള സൈലന്റ് ആയിട്ട് അവിടെ ഉണ്ടെന്നർത്ഥം. അതേപോലെ തന്നെയാണ് യോത്സ്യമാനാനവേക്ഷേ അഹം എന്നുള്ളതാണ്. അപ്പോൾ അറിയാൻ വേണ്ടിയാണ് ഇത് എടുത്തു പറയുന്നത്. ചൊല്ലി വരുമ്പോൾ യോത്സ്യമാനാനവേക്ഷേഹം അവേക്ഷേഹം പറയുമ്പോൾ അത്രേ ഉള്ളൂ. പക്ഷേ അഹം എന്നുള്ളതാണ് അവിടെ ശബ്ദം വരുന്നത് എന്നുള്ളതാണ്. അത് ഏതേത്ര സമാഗത ഏതേ
അത്ര സമാഗത എന്നുള്ളതാണ്. അത്ര എന്നുള്ളതാണ് അവിടെ വരുന്നതിൻ്റെ അർത്ഥം എന്നുള്ളതാണ്. അത്ര സമാഗത, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നുവോ എന്നുള്ളതാണ്. അപ്പം അത് ശ്രദ്ധിച്ചോളുക വാക്കുകൾ. ജയശങ്കര, ഇനി അടുത്ത ആരാണ്? പെട്ടെന്ന് തുടങ്ങിക്കൊള്ളുക. ചെല്ലട്ടെ. അർജുനോവാച സേനയോരുഭയോർमध्ये രഥം സ്ഥാപയമീച്ഛുത യാവദേതാനിരീക്ഷേഹം യോധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാനവേക്ഷേഹം യ ഏതേ യത്ര സമാഗതാ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർയുദ്ധേ പ്രിയചികീർഷവ. സഞ്ജയ ഉവാച ഏവം മുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർमध्ये സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണപ്രമുഖത സർവേഷാഞ്ചമഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരുനിധി. തത്ര പശ്യസ്ഥിതാൻ പാർത്ഥ പിതൃന്നത പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തദാ ശുശുരാൻ സുഹൃദൈശ്ചൈവ സേനയോരുഭയോരപി. താൻ സമീക്ഷ്യ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിദമബ്രവീത്. ജയശങ്കര. ജയശങ്കര. ഇനി ആരാണ് ചൊല്ലാൻ തയ്യാറാവുന്നത്? ആരെങ്കിലും ചൊല്ലാൻ തയ്യാറുണ്ടോ? ഇത് നമ്മൾ ഗീത ലളിത ചേച്ചി ചൊല്ലിക്കോളൂ. അർജുന ഉവാച സേനയോരുഭയോർमध्ये രഥം സ്ഥാപയമേ അച്യുത യാവദേതാനിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാനവേക്ഷേഹം യ ഏതേ അത്ര സമാഗതാ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർയുദ്ധേ പ്രിയചികീർഷവ. സഞ്ജയ ഉവാച ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർमध्ये സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണപ്രമുഖത സർവേഷാം ച മഹീഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരുനിധി. തത്ര പശ്യസ്ഥിതാൻ പാർത്ഥ പൃഥുനത പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി. താൻ സമീക്ഷ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിദമബ്രവീത്. ജയശങ്കര. ജയശങ്കര, നന്നായി. ഇത് എല്ലാവരും ഇത് നമ്മൾ ഒരു കുടുംബം പോലെയാണ്. പലർക്കും ഇത് ഗീത പണ്ട് അധ്യയനം ചെയ്ത് ശീലം കാണാം. ഇല്ലാത്തവർക്കും ചെയ്ത് ശീലമുള്ളവർക്കും ചൊല്ലാൻ പറ്റുന്നൊരു അവസരമാണ്. ഞാൻ വരാഹ പുരാണത്തിൽ ഞാനൊരു 20 ശ്ലോകം പറഞ്ഞ് അതിനെക്കുറിച്ച് പറയുകയുണ്ടായി അല്ലേ. പ്രാരാബ്ധ്യം ഭുജ്യമാനോ ഹി ഗീതാഭ്യാസരത സദാ.
സമുക്ത സ സുഖീ ലോകേ കർമ്മണോ നോപലപ്യത എന്ന് പറഞ്ഞു. അപ്പൊ പ്രാരാബ്ധത്തെ അനുഭവിക്കുന്നവനായിട്ടിരിക്കുന്ന ആരായാലും ഗീതയെ അഭ്യസിക്കുന്നവനാണെങ്കിൽ അവൻ മുക്തനും സിദ്ധനുമായി തീരും എന്നുള്ളതാണ്. അപ്പം ഈ ലോകത്തിൽ ഈ ജന്മത്തിൽ നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഏറ്റവും വലിയ സത്കർമ്മം എന്ന് പറയുന്നത് ഈ ഗീത അഭ്യസിക്കുക എന്നുള്ളതാണ്. അപ്പം വിജ്ഞന്മാർക്ക് പലരും, കാരണം ഞാൻ പറഞ്ഞു നമ്മൾ ഭഗവത്ഗീതയെക്കുറിച്ച് അനവധി വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഭഗവാനോട് ഭക്തിയോടുകൂടി ഇത് ജപിക്കുന്നത് പൂർവജന്മകൃത കർമ്മഫലമായ എന്ത് പ്രാരാബ്ധം ഉണ്ടായാലും അവയെല്ലാം അനുഭവിച്ച് കഴിയും മുക്തിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഉണ്ണികൃഷ്ണ സാറിനോട് താഴ്മയായിട്ട് ഈ 7 ശ്ലോകങ്ങളും ഒന്ന് ചൊല്ലുവാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ അതും പറഞ്ഞു കൊള്ളട്ടെ എന്നും പറഞ്ഞ് വാക്കുകളെ ഒരു സംശയം. നമ്മൾ ഈ കുരുവംശം എന്ന് ഉദ്ദേശിക്കുന്നത് കൗരവരെ മാത്രമാണോ അതോ യുദ്ധം ചെയ്യാനുള്ള 2 കൂട്ടരെയാണോ? ഓക്കെ, ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യത്തിൽ പറഞ്ഞു. ധൃതരാഷ്ട്രൻ പറയുന്നത് എങ്ങനെയാണ്? തുടക്കത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? അന്ന് ഇതിനെക്കുറിച്ച് നാം എക്സ്പ്ലെയിൻ ചെയ്തു. അതൊന്ന് ഓപ്പോൾ നോക്കൂ. എന്താ പറഞ്ഞത്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ മാമക അല്ലേ പാണ്ഡവശ്ചൈവ കിമകുർവത് സഞ്ജയ എന്ന് പറഞ്ഞു. എൻ്റെ മക്കളും പാണ്ഡവന്മാരും എന്നാണ് പറഞ്ഞത് എന്ന് പറയുകയുണ്ടായി അല്ലേ. അപ്പോൾ എന്നാൽ ഇത് മുഴുവൻ കുരുവംശമാണ്, 2 പേരും കുരുക്കളാണ്. ശാന്തനു മഹാരാജാവിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പാരമ്പര്യമാണ്. ഹലോ, അപ്പോൾ എന്നാലും ഇവിടെ ഉദ്ദേശിക്കുന്നത് തനിക്കെതിരെ യുദ്ധം ചെയ്താൽ ഉള്ള ധാർത്തരാഷ്ട്രം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുരുവംശം എന്ന് പറയുന്നത് ദുര്യോധനനെയും അവരെയാണ് സംജ്ഞ എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. ജയശങ്കര പറഞ്ഞോണ്ട് അതിനകത്ത് ജയശങ്കര പറഞ്ഞോണ്ട് സാർ. ഈ എൻ്റെ കയ്യില് നമ്മുടെ ആർഷവിദ്യാതീർത്ഥത്തിലെ ദയാനന്ദ സ്വാമികള് എഴുതിയ ഒരു ബുക്കുണ്ട്. അപ്പൊ അതില് ഗുഡാകേശൻ എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഗുഡാക നിദ്ര തസ്യ ഈശ, അതായത് വൺ ഹു ഹാസ് മാസ്റ്ററി ഓവർ സ്ലീപ്പ്. ഗുഡാക നിദ്ര തസ്യ ഈശ, ഗുഡാകേശ. അതിന്റെ എക്സ്പാൻഷൻ എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? അപ്പോ അന്ന് ആചാര്യ ഒന്ന് അല്ല, അത് ശരിയാ, അത് തന്നെയാണ് നിദ്രയെ, അത് വളരെ കറക്റ്റാണ്. ആ നിദ്രയെ പൂർണ്ണമായി ജയിച്ചവൻ എന്നുള്ളതാണ്. ഈശൻ എന്നത് ഭഗവാനാണ്. അപ്പോൾ ഭഗവത് ഭക്തിയോടെ ഇരിക്കുന്നവന് മാത്രമേ ആ നിദ്ര ജയിക്കുവാൻ ഒക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ നിദ്രയ്ക്ക് മറ്റൊരു താല്പര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഉത്സാഹിനാം പുരുഷസിംഹം ഉഭൈതുലക്ഷ്മി എന്നാണ്. അതായത് നിദ്ര എന്നുകൊണ്ട് പറയുന്നത് അലസതാ മനോഭാവം കൂടിയാണ്. അങ്ങനെ ഒരു മനോഭാവമില്ലാത്തവൻ ഈ ഈശ്വരനെ കുടികൊള്ളുന്ന ഒരാൾക്ക് മാത്രമേ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ ഇദ്ദേഹത്തെ ഗുഡാകേശന എന്ന് പറയുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് സാറിപ്പം പറഞ്ഞ പൂർണ്ണ രൂപം. ഇങ്ങനെയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചിന്മയാനന്ദ സ്വാമികൾ മാത്രമേ മറ്റൊരു രൂപം വേറെ ആരും പറഞ്ഞു കണ്ടിട്ടില്ല. അത് ചിന്മയാനന്ദ സ്വാമി അദ്ദേഹത്തിൻ്റെ വേർഷനായിട്ട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് വൺ ഫോറിനർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഫോറിനർ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. വൺ ഫോറിനർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ സാറ് പറഞ്ഞു തന്നെ ഗുഡാകേശൻ നിദ്രയെ ജയിച്ചവൻ എന്നുള്ളതാണ്. ഈശൻ എന്നുകൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈശിത്വം ഉള്ളവനാണ് അല്ലേ. നമ്മൾ പറഞ്ഞു അണിമാ മഹിമാ ചൈവ ഗരിമാ ലഘിമാ തഥാ ഈശിത്വം ച വശിത്വം ച പ്രാപ്തി പ്രാകാരമശ്നുതേ എന്ന് പറഞ്ഞു. അതിലുള്ള ഈശിത്വമാണ്. ഭഗവത് സാക്ഷാത്കാരം നേടിയിരിക്കുന്നവനാണ്. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചിരിക്കുന്നവനാണ്. ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്നതാണ് ഹൃഷികേശോ എന്നും കൂടെ ചേർത്താണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ 2 പേരെ ഒരേപോലെ പിടിച്ചിരിക്കുകയാണ്, അങ്ങനെ വിളിച്ചിരിക്കുക. ജയശങ്കര കറക്റ്റാ സാർ. എന്നാൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഒരു സംശയം. നിദ്രയെ ജയിച്ചവൻ എന്ന് പറയുമ്പം നിദ്ര ഇല്ലാതെ ഉള്ള ഒരവസ്ഥയാണോ ജയിച്ചവൻ എന്ന് പറയുമ്പോ? അതല്ല ഞാൻ ചോദിച്ചു. ഉത്സാഹിനാം പുരുഷസിംഹം ഉപൈതു ലക്ഷ്മിം എന്ന് പറഞ്ഞു. ഉത്സാഹമുള്ളവൻ എന്തിനേയും ജയിക്കുന്നു ഇല്ലേ. അപ്പൊ എന്താണ്? ആലസ്യമില്ലാത്തൊരവസ്ഥയാണ്. കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് അപ്പോൾ ഉത്സാഹം ഇല്ലാത്തൊരവസ്ഥയല്ലേ. അപ്പം ഇന്ദ്രിയങ്ങളെ എനിക്ക് ഉറങ്ങണം, എനിക്ക് ഇപ്പം
ഉറങ്ങണം എന്ന് തോന്നുന്നത് എൻ്റെ ഒരു ഇന്ദ്രിയത്തിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആണ്. എനിക്ക് അതിനോടൊരു ആലസ്യം വരികയാണ്, ആ ഇന്ദ്രിയങ്ങളെ ജയിക്കുകയാണ്. അങ്ങനെ ജയിച്ചവനാണ് ഉറങ്ങാതിരിക്കുക, കണ്ണു തുറന്നിങ്ങനെ ഇരിക്കുന്നവൻ എന്നല്ല അതിൻ്റെ അർത്ഥം. ആ, ജയശങ്കര ജയശങ്കര. ഞാൻ ഒരു ചോദ്യമുണ്ട് ആചാര്യ, ഒരു സംശയമുണ്ട്. അർജുനന്റെ ഈ ഭാഗം, അതായത് ഇനി അർജുന വിഷാദ യോഗമാണ്. അപ്പൊ അർജുനനങ്ങ് ഡെല്യൂഡ് ആയി പോകുന്നതിന് മുമ്പ് വാട്ട് ഹി വാസ് എന്നുള്ളത് കാണിക്കുകയല്ലേ ആ പിന്നെ യുദ്ധത്തിൽ വരുമ്പോ അച്യുതാന്ന് വിളിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു ചെറിയ പേടിയുമുണ്ട്. അതായത് രണ്ടാമത്തെ അദ്ദേഹത്തിൽ പറയുന്നുണ്ട്, പിന്നെ ജയേമ യതി യദ്വാ ജയേമ യതി വാനോ ജയേയൂന്ന് അദ്ദേഹം കൃഷ്ണനോട് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒരു ഉള്ളിലൊരു ശക്കലം, കാരണം അപ്പുറത്ത് നിൽക്കുന്നത് ഭീഷ്മര്, ദ്രോണര്, ശല്യര്, ഇവരൊക്കെയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു ശക്കല ഒരു അങ്ങനെ പേടി എന്നുള്ളതല്ല. അദ്ദേഹം അർജുനൻ ശരിക്കും ഈശ്വര അവതാര നരനാരായണനാണല്ലോ. എങ്കിലും അതൊരു അല്പം കാണിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്, ഞാൻ വലിയ ഡ്രൈവർ എന്നുള്ളവന്റെ എടാ ഭാസ്കര, നീ ആ വണ്ടി അങ്ങോട്ട് മുമ്പോട്ട് അവിടോട്ട് കയറ്റിയിടെന്ന് പറയുന്ന മാതിരി അച്യുതാ ആ അവിടോട്ട് കയറ്റിയിട്. അപ്പൊ കൃഷ്ണൻ ശരിക്ക് കൊണ്ടുവന്ന് ഇറങ്ങുമല്ല, കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്നിട്ട് ഭീഷ്മരുടെ ദ്രോണരുടെ മുമ്പിൽ അങ്ങോട്ട് വിട്ടപ്പോ ഇദ്ദേഹം ഇതെല്ലാം കണ്ട് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നാണ് ആ ഡെല്യൂട്ട്നെസ് ശരിക്ക് തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുവരെ ഹി വാസ് യുദ്ധത്തിനുള്ള നല്ല തയ്യാറെടുപ്പും ഒക്കെ ആക്കിയിട്ട് നല്ല ഫിറ്റായിട്ട് ഇപ്പൊ തകർത്തുകളെ എനിക്കൊന്ന് കാണുന്ന ആരൊക്കെയാ എന്നോട് യുദ്ധം ചെയ്യുക, ആ ഒരു ഭാവത്തിലല്ലേ പറയുന്നതെന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, അതായിരിക്കാം. കാരണം ആദ്യം പറഞ്ഞിരിക്കുന്നത്, അപ്പം ഞാൻ പറഞ്ഞപ്പോഴും അത് പറഞ്ഞു. ഒന്ന്, കൃഷ്ണൻ തേരാളിയാണ്. തേരാളിയായപ്പോൾ ഞാൻ രാജാവാണ് അർജുനൻ, അല്ലേ? അല്ലെങ്കിൽ ഞാൻ പറയുന്ന എൻ്റെ തേരിലിരുന്ന് ഞാൻ ആജ്ഞാപിക്കുന്ന എൻ്റെ ആജ്ഞകളെ പരിപാലിക്കുവാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ ഭഗവാനാണെങ്കിലും ആ കൃഷ്ണനാണെങ്കിലും ഇതൊന്നുമില്ലാതെ ഈ പാർത്ഥൻ്റെ ആജ്ഞകളെയെല്ലാം വളരെ സന്തോഷം, ഒരു വൈമുഖ്യവും കാണിക്കാതെ അനുസരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അച്യുത എന്ന് പറയുന്നു. ഇനി അനുസരിക്കും അങ്ങനെ, അതുകൊണ്ട് ഒരു കൊണട്ടേഷൻ അച്യുത, ച്യുതിയില്ലാതെ നീ ചെയ്യണം എന്നുള്ള അവസ്ഥയിലും ആകാം, അങ്ങനെയും ചിന്തിക്കാം. പിന്നെ ഇപ്പോൾ സാറ് പറഞ്ഞ ആ ഒരു അവസ്ഥയും അങ്ങനെയും ചിന്തിക്കാം. പക്ഷേ യുദ്ധത്തിന് ആദ്യം തുടങ്ങും മുമ്പാണല്ലോ പറഞ്ഞത്, സേനയോരുപയോർ മധ്യേ രഥം സ്ഥാ. ഇപ്പം നമ്മൾ വേണം രണ്ട് രീതിയിൽ ചിന്തിക്കാം, വളരെ ഭംഗിയായിട്ട് പറയാം. സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത. അല്ലയോ അച്യുത, നാശമില്ലാത്തവനെ, ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നവനാണല്ലോ അങ്ങ്. അപ്പം ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് ഒരു വൈമുഖ്യവുമില്ലാതെ, ആ അച്യുതൻ്റെ അർത്ഥം അതാണ്, വൈമുഖ്യമൊന്നുമില്ലാതെ ഒന്ന് നിർത്തിയാലും എന്നൊരു രീതി പറയാം. ഇത് അതല്ല രാജവം. സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത. അല്ലയോ അച്യുത, രഥത്തെ അങ്ങോട്ട് നിർത്തിയാലും എന്ന് പറയാം. അപ്പം അത് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞതുപോലെ, അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുന്നത് ശരിയാണ്. ഏവമുക്തോ ഹൃഷികേശ ഗുഡാകേശേന ഭാരത. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം അറിയാവുന്ന അർജുനൻ എന്നാൽ ഒന്നിരിക്കട്ടെ, അപ്പൊ നിർത്തേണ്ടിടത്ത് കൊണ്ടങ്ങ് നിർത്തിയതാണ്. എവിടെ നിർത്തണം, അത് നിർത്തി കഴിഞ്ഞപ്പോഴെന്ത് പറ്റി? കൃപയാ പരയാവിഷ്ട. ഇത് അപ്പം അർജുനന്റെ മനസ്സിനെ പൂർണ്ണമായിട്ടും അറിയാവുന്ന കൃഷ്ണന്റെ ഒരു ചാതുര്യം കൂടെ അവിടെ കാണിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. കാരണം ഈ ഗീത ഇനി ഉപദേശിക്കാൻ പോകല്ലേ, അപ്പൊ ഇയാളെ അത് ആ പരുവത്തിൽ ശിഷ്യനെ ആ പരുവത്തിലാക്കിയിട്ട് മാത്രമേ ഈ പിന്നെ ഉപദേശം കൊടുക്കാൻ കൃഷ്ണൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ശരിക്കും അതിനനുസരിച്ച് കൊണ്ടുവന്നല്ലേന്ന് വരുത്തോ? അതെ, കാരണം ഇത് ഇങ്ങനെ ആയതിനു ശേഷം അവസാനം എങ്ങനെയാണ്, ഞാൻ ഷാധിമാം താം പ്രപന്നം എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ശരിക്കും ഉപദേശം തുടങ്ങുന്നുള്ളൂ. ഞാൻ പൂർണ്ണമായിട്ട് ഭഗവാനെ ഞാൻ അങ്ങോട്ട് തന്നെ അങ്ങ് അർപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഷാധിമാന്താം പ്രപന്നം, ഞാൻ ഭഗവാനിൽ തന്നെ അർപ്പിച്ചിരിക്കുകയാണ്, മറ്റൊന്നും എനിക്കിനി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, അപ്പൊ സാറ് പറഞ്ഞതുപോലെ ആകെ ഒന്ന് പാകപ്പെടുത്തി, ഒന്ന് കാണാതൊക്കെ കണ്ടിട്ട് കൃപയാ പരയാവിഷ്ട അവിടം വരെ എത്തിച്ചു. ഇതെല്ലാം കണ്ടു, ബന്ധുക്കളോടാണ്. ഇനി സത്യം പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സത്യങ്ങളെക്കുറിച്ച്, ഈ ജഗത്ത് മിഥ്യയാണ് എന്നുള്ള ധാരണ ഇനി ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് വാസ്തവം പറഞ്ഞു കൊടുക്കുന്നത്, അല്ലേ? ആ വിരാട് രൂപം വരുന്നതും, അല്ലേ?
അതെ, ഇത് കഴിഞ്ഞ് വരുന്ന ആ ശ്ലോകം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സംസ്കൃത ഭാഷയിൽ മാത്രമേ ഇത്ര ഭംഗിയായിട്ട് അതിനെ ആ അർജുനന്റെ ആ ഒരു പിന്നെ ശരീരത്തിൽ നിന്ന് മമഗാത്രാണി എന്നാണ് സീതന്തി മമഗാത്രാണി. അതാണ് രോമഹർഷസ്യ ജായതേ ഗാന്ധി ആ ഒരു പ്രയോഗം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇത് വേറൊരു ഭാഷയിൽ ഇത്ര ഭംഗിയായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത്ര ഭംഗിയായിട്ട്. അതെ. ജയശങ്കർ, സാറെന്ന് ആർക്കൊന്നും ഇല്ലെങ്കിൽ ഇന്നത്തെ ശ്ലോകങ്ങളെല്ലാം ഒന്നും അവസാനമായിട്ട് ആ 6 ശ്ലോകങ്ങൾ 7 ശ്ലോകങ്ങൾ ഉണ്ണികൃഷ്ണ സാറ് ചൊല്ലി നമുക്ക് ഇന്നത്തെ ക്ലാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആ സംസാരവും കാര്യങ്ങളും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന ഒരു, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഭയങ്കര എന്തുവാ പറയാ, ആങ്സൈറ്റി ഉണ്ട്. അടുത്തതെന്തോ. ജയശങ്കര സാറ് അങ്ങ് ചൊല്ലിക്കോട്ടെ. ഋഷികേശം തദാ വാക്യം ഇദമാഹ മഹീപദേ അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സമാനാനവേക്ഷേഹം യേദേത്ര സമാഗതാ ധാർത്രരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയചികീർഷവ. സഞ്ജയ ഉവാച ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ രഥോ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരുനിധി തത്ര പശ്യസ്ഥിതാൻ പാർത്ഥ പിതൃനത പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീസ്തദാ ശുശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്തിതമബ്രവീത്. ജയശങ്കര. പിന്നെ ഈ ഗുഡാകേശേന നമ്മൾ പറഞ്ഞപ്പോൾ ഇതിനകത്ത് ഈ നിദ്രയെ ജയിക്കുന്നവനൊക്കെ നമ്മൾ പറഞ്ഞു. ഈ നിദ്ര എന്ന് പറയുന്ന അജ്ഞാനം കൂടിയാണ് കേട്ടോ. ഈ അജ്ഞാനത്തെ ജയിച്ചവനും കൂടിയാണ്. കാരണം പരമമായ ബ്രഹ്മത്തിൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ സുഹൃത്തായിട്ടിരിക്കുന്നയാള് ജ്ഞാനം നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ പരമജ്ഞാനിയാണ്. ഇപ്പം അപ്പോൾ നിദ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറക്കത്തിൽ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുന്നു. അത് ജീവിച്ചിരിക്കുമ്പോഴും അതെ. കണ്ണ് തുറന്നു കഴിഞ്ഞാലും നമ്മളെ പോലെയുള്ളവർ മന്ദബുദ്ധികൾക്ക് നിദ്രയാ. കാരണം ജഗത്താണ് എല്ലാം. അപ്പോൾ ആ ജഗത്ത് മിഥ്യയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുന്നവനാണ് ഗുഡാകേശൻ. നിദ്രയെ തരണം ചെയ്തിരിക്കുന്നവൻ എന്നുള്ളതും ഒക്കെ ഉണ്ട്. പല അർത്ഥങ്ങളുണ്ട്, വളരെ വ്യാഖ്യാനങ്ങളുണ്ട് ഓരോ വാക്കുകൾക്കും അങ്ങനെ വരുമ്പോൾ. ജയശങ്കർ, ഏതായാലും ഇന്നത്തെ ക്ലാസ് ഇത്രയെല്ലാം പറഞ്ഞുകൊണ്ട് നല്ല സംവദിക്കുവാൻ പറ്റി എന്നുള്ളത് കൊണ്ടും ആ സാക്ഷാത്കാരത്തോടുകൂടി ഭഗവത് പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ജയശങ്കര. 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 ജയശങ്കര.